അപർണ എങ്ങനെയാണ് ഒരു ലോങ് ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ചുരുക്കം പേർക്കേ പറ്റുള്ളൂ. ചില ആളുകൾക്ക് ചിലപ്പോൾ എന്നും വിളിക്കുന്നതായിരിക്കും. അപർണ ഏതൊരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്? എനിക്ക് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് ദ പീപ്പിൾ ഐ ലൈക്ക്, ഈവൻ ഇഫ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ഐ വോണ്ട് ടു ബി വിത്ത് ദാറ്റ് പേഴ്സൺ എന്ന് തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഞാൻ ഇച്ചിരി മോശമാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷെ ഫ്രണ്ട്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവരൊക്കെ വേറെ വേറെ, പക്ഷെ എങ്ങനെയെങ്കിലും ഒരുമിച്ച് വരുന്ന സമയത്ത് അവരെ മീറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മൾ കോളേജിന്റെ പരിപാടിയാണെങ്കിൽ ആരുടെയും കല്യാണം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം പരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാനൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇഫ് ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് ഹാൻഡ്ലിങ്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാ വരുന്നത്? ഞാൻ ആദ്യമായിട്ട് കോളേജിലാണ് ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നത്. അതുവരെ ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം ആദ്യത്തെ പോയ ദിവസം തൊട്ട് ഒരാഴ്ച ഞാൻ കരച്ചിലായിരുന്നു. അപ്പൊ അതും പിന്നെ പക്ഷെ അതേ ആള് തന്നെയാണ് ഇവിടെ മറ്റേ തന്നെ താമസിക്കണം അങ്ങനത്തെ ഇതെല്ലാം പറഞ്ഞത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോഴും അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം, അതൊക്കെ എപ്പോഴും ഐ കോൾ ഹെർ, അല്ലെങ്കിൽ അച്ഛനെ ആണെങ്കിലും അമ്മേനെ ആണെങ്കിലും ഡെയിലി വിളിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു തവണയെങ്കിലും ഒരു 5 minutes ആണെങ്കിലും വിളിക്കുന്ന ആളാണ്. എല്ലാം അപ്ഡേറ്റ് ചെയ്യും, എവിടെയാന്നുള്ളത് അവർക്ക് അറിയാം, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് അറിയാം. അല്ലെ അതിനെക്കാട്ടിലും ഒരു 5 minutes വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഐ കോൾ ദം. ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെയും വിളിക്കും, സംസാരിക്കും. അപ്പൊ ഡെയിലി ഞാൻ അങ്ങനെ വിളിക്കുന്ന ഒരാളാണ് പൊതുവെ. അതാണ് ഒരു ഹാപ്പിനെസ് അല്ലേ? അപ്പൊ അപർണയുടെ ലൈഫിൽ എന്താണ് ഹാപ്പിനെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി, അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം, everything. I like people being with me. I like spending time with my loved ones. അത് ഒറ്റയ്ക്കിരിക്കാൻ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. വീട്ടിൽ കുറെ നേരം ഇരിക്കുമ്പോഴന്നെ എനിക്ക് കുറച്ചിങ്ങനെ റെസ്റ്റ്ലെസ് ആവും. ഞാൻ എവിടെയെങ്കിലും പുറത്തു പോകണം. അത് ഞാനും അമ്മയും അങ്ങനെ തന്നെയാണ്. വീട്ടിലാണെങ്കിലും ഞങ്ങള് കുറെ നേരം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു റൗണ്ടെങ്കിലും ഞങ്ങൾ അടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് റൗണ്ടിൽ പോയി തൃശ്ശൂർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു അമ്മയുടെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുക, അങ്ങനെയൊക്കെ പോയിട്ട്. ശരിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും പേടിയുള്ളത്. എനിക്ക് കുറച്ച് ടെൻഷന്റെ അല്ല, എനിക്ക് അത് നെഗറ്റിവിറ്റി എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അതില്ലാത്തപ്പോ ഞാൻ ഇടയ്ക്ക് പുറത്തൊക്കെ പോകും. അങ്ങനെ ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് ഇഷ്ടം ആൾക്കാരുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഐ ലൈക്ക് പീപ്പിൾ ബീയിങ് അറൌണ്ട് മീ. അടിപൊളി. അപ്പൊ നമ്മുടെ ഈ മിണ്ടിയും പറഞ്ഞതിനകത്ത് തന്നെ ഇതേപോലെ എപ്പോഴും സംസാരിക്കാനും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണോ അപർണയുടെ ക്യാരക്ടർ? പക്ഷെ ഇതിന് കുറച്ച് ഡിഫറെന്റ് ആണ് ലീനയുടെ ക്യാരക്ടർ. അപർണയിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കാം, പക്ഷെ അപർണയുടെ കുറേയധികം ട്രേസസ് ഉള്ള കഥാപാത്രമാണ്. അത് ആ ക്യാരക്ടർ കുറച്ചും കൂടെ റൂട്ടഡ് ടു ഹെർ പ്ലേസ് ആണ്. അവിടെ നിന്ന് പോവാൻ ഇഷ്ടമല്ല, സ്വന്തം നാട്, സ്വന്തം വീട്, അവിടെ അങ്ങനത്തെ കുറച്ച് നൊസ്റ്റാൾജിയയുടെ ഒക്കെ ഇതുള്ളൊരു ആളാണ്. നൊസ്റ്റാൾജിയ എന്നുള്ളതിനേക്കാളും ഷീ ഈസ് വെരി റൂട്ടഡ് ടു ദാറ്റ് പ്ലേസ്. എവിടെയാണോ കഥ നടക്കുന്നത് അവിടെ ആയിരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ എക്സാക്ട് അപർണയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പക്ഷെ അപർണയുടെ ട്രേറ്റ്സ് ഉണ്ട്. അപർണ ആ ക്യാരക്ടറിന്റെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരാളാണ്. ശരിക്കും ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നമുക്ക് അസൂയ തോന്നും പലപ്പോഴും. അവരല്ലാത്ത എത്രയോ കഥാപാത്രങ്ങളാണ് അവർ ചെയ്യുന്നത്. സത്യം, ലീന ഇസ് വേ മോർ മെച്ചൂർ ദാൻ മീ. ഞാൻ അതിന്റെ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അതും ഓടിക്കാറില്ലേ? പണ്ട് ഓടിച്ചിരുന്നു. ഒരു സമയത്ത് മറ്റേ ഫിയർലെസ് ആയിട്ടുള്ള സമയത്ത് അമ്മയുടെ സ്കൂട്ടറിൽ എടുത്തിട്ട് ഇറങ്ങുമായിരുന്നു. പിന്നെ ഈ പേടി വന്നു തുടങ്ങിയതിന് ശേഷം ഞാൻ തൊട്ടിട്ടില്ല 2 വീലർ. എനിക്ക് ഭയങ്കര പേടിയാണ് ഓടിക്കാനായിട്ട്. ഓടിക്കാനും അറിയാം, പ്രശ്നം പേടി വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാതിരുന്ന അതും കാറ് ഞാൻ എങ്ങനെ വേണമെങ്കിലും ഓടിക്കും. പക്ഷെ 2 വീലർ എനിക്ക് എപ്പോഴും സൂക്ഷിക്കണം. എനിക്ക് നല്ല ടെൻഷൻ, കാരണം ഇതൊന്നാമത്തെ ഫുൾ ഹൈ റേഞ്ച് റോഡും ജീവ വേണ്ടവരൊക്കെ ബേസിക്കലി നമുക്ക് പേടി വരുന്ന അത് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ആ പേടിന്റെ ഫാക്ടർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഇതില്ല. ലിറ്ററലി ഞാന് പണ്ട് തൃശ്ശൂരുള്ള സമയത്ത്, തൃശ്ശൂര് കോൺസ്റ്റന്റ്ലി ഉള്ള സമയത്ത് അമ്മയ്ക്ക് കൈനറ്റിക് ഹോണ്ട ഉണ്ടാവും. അതും എടുത്ത് ഞാൻ സുഖമായിട്ട് പോവായിരുന്നു, ഒരു പ്രശ്നമില്ലാണ്ട് പോവായിരുന്നു. പിന്നെ
ഈ ടൂ വീലർ അത് നമ്മുടെ റോഡിന്റെയും ആൾക്കാരുടെ ഓടിക്കലിന്റെയും പ്രശ്നമാണ്. ടൂ വീലറിന്റെ അല്ല, ബാക്കി വരുന്ന ആൾക്കാരുടെ ഒത്തിരി ആക്സിഡൻസ് കേൾക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വരുമ്പോ ടൂ വീലർ തീരെ സേഫ് അല്ല എന്നുള്ള തോട്ട് എപ്പോഴും വന്നു. ഈ രണ്ട് വീലല്ലേ. പിന്നെ എന്റെ അമ്മ ലൈക്ക് ടൂ വീലർ ഞങ്ങൾ അതില ജീവിച്ചിട്ടുള്ളത് മുഴുവൻ. പക്ഷെ എന്റെ അമ്മയുടെ ബ്രദർ അനിയൻ അമ്മേന്റെ അടുത്ത് പറയും, ഈ കാർ എടുത്തോ, സ്കൂട്ടറിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞു. ഐ ഓൾസോ ഫീൽ ലൈക്ക് കുറച്ച് എനിക്കിപ്പം കാർ എടുക്കാൻ അറിയാം, പിന്നെ ഞാൻ കാർ എടുത്തോളാം എന്നുള്ള മൂഡ് തന്നെയാണ്. സേഫ് ആയിട്ട് പോയാൽ മതി. അപ്പൊ ആ പേടി ഉള്ളതുകൊണ്ടാണ് ഈ ബാലൻസ് ഉണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ ആ പേടി ഉള്ളതുകൊണ്ട് എനിക്ക് ബാലൻസ് തെറ്റി ഞാൻ വീഴും. അങ്ങനെയാണ്. അതെ, ഓപ്പോസിറ്റ് ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ടെൻഷനായി. പിന്നെ മൃദുല് പറഞ്ഞൊരു പോയിന്റ്, ഈ സിനിമ ശരിക്കും ഞങ്ങളുടെ തന്നെ ജോഗ്രഫിയാണ്. ഞാനും മൃദുലും മൂവാറ്റുപുഴക്കാരാണ്. ഈ സിനിമ സഞ്ചരിക്കുന്ന വഴികളും സ്ഥലങ്ങളും ഹൈ റേഞ്ച് ഏരിയാസും. ഇപ്പൊ ഞാൻ ജനിച്ചത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. എന്റെ ബേസിക് റൂട്ട്സ് ഹൈ റേഞ്ച് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് തന്നെ ആ സ്പേസിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് അതേ ജോഗ്രഫിയിൽ സെറ്റ് ചെയ്താൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ സിനിമ. അതെ, നിങ്ങളുടെ മൈൻഡിൽ എഴുതുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവം അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ജോഗ്രഫി ഒക്കെ കംപ്ലീറ്റ്ലി റൂട്ടഡ് ആണ്. ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ്ലി നമുക്കറിയാം. ഈ കഥാപാത്രം എത്രമാത്രം റൂട്ടഡ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യാം അതും വളരെ ക്ലിയർ ആണ്. എപ്പോഴെങ്കിലും ഒരു പേഴ്സണൽ സിനിമ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ നമ്മളൊരു കഥ എഴുതും. എനിക്ക് സോഫാർ ഉള്ളതിൽ എന്റെ പേഴ്സണൽ സിനിമയിലെ പേഴ്സണൽ സ്ക്രീൻ പ്ലേ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടിയും പറഞ്ഞും എന്നാണ് പറയാ. അത് ഭയങ്കര പേഴ്സണൽ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു പേഴ്സണൽ ഡയറി നമ്മൾ എഴുതില്ലേ, ഇപ്പം റിമാദാസിന്റെ സിനിമകളിൽ ഇപ്പം വില്ലേജ് റോക്ക് സ്റ്റാർ എഴുതുന്ന ഒരു ഡയറി എഴുതുന്ന പോലെയാണ് നമുക്ക് തോന്നാറുണ്ട്. അതേപോലെ നമ്മളൊരു സ്വന്തമായിട്ടുള്ള ഒരു ഡയറി എഴുതുന്ന പോലെ തന്നെയാണ് ഈ സിനിമയുടെ സീനുകൾ ഉണ്ടായിരുന്നത്. അത് നമ്മൾ പലപ്പോഴായിട്ട് കോൺവേഴ്സ് ചെയ്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഞാനും എന്റെ വൈഫും മിനു ഏറ്റവും കൂടുതൽ സംസാരിക്കും. ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഏറ്റവും മിണ്ടിയും പറഞ്ഞ മൊമെന്റുകൾ ഞങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഞാനിപ്പോ എടപ്പള്ളി താമസിക്കുന്നത്, എടപ്പള്ളിന്ന് പനമ്പള്ളി നഗർ വരെ ഒരു റൈഡ് എല്ലാ ദിവസവും 1 മണിക്കൂർ ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പാർട്ട് ടൈം ആണ്, ബോണ്ടിങ്ങിന്റെ ഭാഗമാണ്. ഞാനിതുപോലെ ചെന്നൈക്കൊക്കെ പോകുമ്പോഴും പലപ്പോഴും ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആ സമയം മുഴുവൻ ഞങ്ങൾ കോൺവേഴ്സ് ചെയ്യാനാണ്. അതെ, അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ലവ് മേക്കിംഗ് ഒരു ഗസ്റ്റർ അല്ലേ, ബെസ്റ്റ് ബോണ്ടിങ് ടൈമാണ്. ഇപ്പം ഞാൻ ചെയ്ത ലൂക്കയിലാണെങ്കിലും അതിനുശേഷം ചെയ്ത പടത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇഷ്ടംപോലെ കാർ മൊമെന്റുകൾ ഉണ്ടാവും, കോൺവെർസേഷൻസ്. ഒരു പക്ഷേ ഈ കാർ മൊമെന്റുകളൊക്കെ ആ ലൈഫിൽ ഒരു പാർട്ടായതുകൊണ്ട്. അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒരു ഹൈ റേഞ്ച് ആ ഒരു പോർഷനിലൂടെ ഒരുപാട് വണ്ടി ഓടിച്ചൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേസിന് അത്രത്തോളം ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും എനിക്ക് പോകണം, കാണണം, അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് എടുക്കുന്ന ചില പ്ലേസസ് കാണുമല്ലോ. അങ്ങനെ എടുത്തിട്ടുള്ള ഒരു മൂവി പ്ലേസ് ഏതായിരിക്കും? എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടമുള്ളത്. നമ്മള് ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മെയിൻ ആയിട്ടൊരു വീടും അവിടുത്തെ പറമ്പും അതൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു ലൈക്ക് കുറെ നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. മഹേഷിന്റെ പ്രതികാരം ഈ ജോഗ്രഫിയാണ്.